വരവൂർ GSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മണികണ്ഠൻ എന്ന അധ്യാപകനാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ കുടുംബം ചൈൽഡ് ലൈനിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവം അന്വേഷിച്ച അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി സാനു കെ സജീവുണ്ട്. സാനു, ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ക്രൂരമായാണ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കുട്ടികൾ തന്നെയാണ് പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഈ അധ്യാപകൻ ഇത്ര ക്രൂരമായി വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്? അതെന്തിൻ്റെ അടിസ്ഥാനത്തിനാണെങ്കിലും ഇത്തരത്തിലൊരു മർദ്ദനത്തിൻ്റെ ആവശ്യമില്ലാന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ സാനു? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തൃശൂർ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. മണികണ്ഠൻ എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ് കുട്ടിനെ ക്ലാസ് മുറിയിലിട്ട് ഈ രീതിയിൽ 3ാം മുറ പ്രയോഗം നടത്തുന്നത്. എന്തായാലും കുട്ടിക്ക് വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതിന് സമാനമായിട്ടുള്ള നിലയിൽ കുട്ടിനെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കുട്ടികൾ തന്നെ, അതായത് സഹപാഠികൾ തന്നെയാണ് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. കാരണം പലപ്പോഴായിട്ട് കുട്ടികൾക്ക് നേരെ ഈ അധ്യാപകരായിട്ടുള്ള മണികണ്ഠന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ ഉണ്ടാകുമായിരുന്നു. അത്തരം ചെയ്തികൾ തുടർന്ന് വരുന്നതിനിടയിലാണ് ഇത് മനഃപൂർവ്വം പുറത്തെ അറിയിക്കണം, അല്ലെ പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ള ആ ഒരു ആവശ്യപ്രകാരമാണ് കുട്ടികൾ തന്നെ ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഈ അധ്യാപകനെ കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാളും കൂടെയാണ്. അത്തരത്തിലുള്ള കാഴ്ചക്കുറവുള്ള അധ്യാപകൻ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കുട്ടികൾ പകർത്തി അത് പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര റിപ്പോർട്ടാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വകുപ്പ് സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അധ്യാപകനെതിരെ ചൈൽഡ് ലൈന് കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിലും പരാതി നൽകുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി സാനു.